നേരെ കിണറിനുള്ളിൽ എത്താനായോ? ആ എത്തും. എവിടെ ചാടല്? ഇവിടെയാണ്. അയ്യോ മെയിൻ ഹോള് നല്ല പ്രശ്നമുണ്ട് കേട്ടോ. ചാടമേക്കിനി പൈപ്പ് തുറന്നിട്ടാ മതി. ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചാല് ആ ഒരു ബക്കറ്റിലുള്ള വെള്ളം മൊത്തം ഇങ്ങോട്ട് വരുന്നത്. ഇതാണ് ഈ കിണറ്റിലെ പാറ. ഇവിടുന്ന് ഇതുവരെ മണ്ണെണ്ണ. നിങ്ങളെ കംപ്ലൈന്റ് എന്താണ്? ഇവിടെ മാറ്റണമെന്നല്ല പറഞ്ഞിട്ടുണ്ടേ. കോൺക്രീറ്റ് വരട്ടെ. നമ്മളെ ക്ലൈന്റിന്റെ മനസ്സിന്ന് ബേജാർ ഇപ്പോഴും പോയിട്ടില്ല. 38 കൊല്ലാണ് ഗ്യാരണ്ടി കൊടുക്കുന്നത്. ഇനി അതിൽ കൂടുതൽ ഗ്യാരണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഓരോ കൊല്ലത്തിന് 100 റുപ്യ വെച്ച് തരാം. മൊത്തം 50 ആക്കണമെങ്കിൽ 1200 റുപ്യയുടെ ഏറെ തന്നിട്ടാണെങ്കിൽ ആ 38 എന്നുള്ളത് വരല്ലാത്ത പേപ്പർ തന്നെ വെട്ടിക്കാണ്ട് വരയുള്ള പേപ്പർക്ക് ഒരു 50 തന്നെ എഴുതി തരും. അതിനൊക്കെ ഇപ്പൊ നനയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശുദ്ധമായ തണ്ണി ഉപയോഗിച്ചിട്ട് വേണം ചുമര നനയ്ക്കാൻ. അങ്ങനല്ല വേണ്ടി. ഈ വെള്ളം നേരെ എടുക്കാൻ പോകുന്നതല്ലോ കിണറ്റിന് അടിക്കാനാണ് പോണത്. ഹലോ ചങ്ങായിമാരെ, ഒരു വെറൈറ്റി അഡ്വഞ്ചർ വീഡിയോ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഒരു വീടിന്റെ ബാക്ക് സൈഡിലാണ്. നമുക്ക് ചെയ്യാനുള്ള സംഭവങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഏരിയ ഉണ്ടോ, ഇവിടെ മഴ പെയ്തുകാണ്ട് വെള്ളം വീണാലും അതേപോലെ തന്നെ ഇവിടെ കൊട്ടത്തലുണ്ട്, കാല് കഴിയുന്ന സ്ഥലമുണ്ട്, ഇവിടെ ഒക്കെ വെള്ളം വെച്ചാൽ നേരെ ഈ കാണുന്ന കിണറ്റിലേക്ക് വെള്ളം ചാടുകയാണ്. ലീക്ക് അങ്ങനെ ചാടി കെട്ടിന്റെ അടിയിൽ കുറച്ച് മണ്ണ് ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഈ കെട്ടിക്കേണ്ടത് പാറമെന്നല്ല, മണ്ണുമെന്ന് കെട്ടി തുടങ്ങിയതാണ്. എന്തായാലും അവിടെ മണ്ണ് പോയത് കാരണം ഒരു ഗുഹ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഗുഹ എന്തെങ്കിലും കാട്ടിക്കുട്ടി അടയ്ക്കണം. പോരാത്തതിന് 5 പടവ് തേച്ച് സെറ്റപ്പ് ആക്കും വേണം. പിന്നെ നെക്സ്റ്റ് പരിപാടി എന്താ വെച്ചാൽ വെള്ളം കൂടുതൽ ചാടുന്നത് ഇത് കൂടെയാണ്. ഈ സൈഡ് മൊത്തം കോൺക്രീറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇവിടെ മെയിൻ ഹോൾ ഉണ്ട്, അതൊക്കെ എടുത്ത് ഉഷാറാക്കി സെറ്റപ്പ് ആക്കണം. പിന്നെ മെയിൻ കാണിക്കേണ്ട സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കിണറും പെരയും തമ്മിൽ ഇതാ ഒരു കോണാണ്, എൽ ഷേപ്പിൽ. ഓക്കെ അല്ലേ? ഈ ഒരു ട്രബിൾ എത്രയും പെട്ടെന്ന് തീർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു ദുരന്തം ഇവിടെ ഉണ്ടാവും. അപ്പൊ ക്ലൈന്റിന് എന്നേക്കുമായിട്ട് ഒരു നല്ലൊരു പരിഹാരം കൊടുക്കാൻ വേണ്ടി പോകണം. കാരണം തുടങ്ങല്ലേ സെറ്റ്. ഡേഞ്ചറാണ്. ഡേഞ്ചർ പണിയൊക്കെ നമ്മൾ ഏൽക്കും. അത് എന്തിനാണെന്നറിയോ? അതാത് സൈഡത്തെ ക്ലൈന്റിന് ആശ്വാസം കിട്ടണം. അത്രേ നമുക്കുള്ളൂ. ഓക്കെ ഇവിടെ ഒന്നും കുഴപ്പമില്ല. ഇവിടെ ഒന്നും കുഴപ്പമില്ല. ഒക്കെ മണ്ണാണ്. ഓക്കെ പിന്നെ വേറെ കാടില്ലേ, നമ്മളെ മുട്ടി കൊടുക്കുമ്പോഴേ ഇത് മണ്ണ സ്ഥിതിക്ക് ആ 12 കമ്പി പീസും മാറ്റി വരും. ഇവിടെ ഈ വാങ്ങൽ കെട്ടിയ ആൾക്കാർ വിചാരിച്ചെന്ന് വെച്ചാല് പാറിന്റെ അടുത്തുള്ള മണ്ണല്ലേ പോവില്ലാന്ന് വിചാരിച്ച്. ശരിക്കും ഇവർ ചെയ്യേണ്ട സംഭവം എന്താന്ന് വെച്ചിട്ടാണെങ്കിൽ ഇവിടുന്നാണ് കെട്ടി തുടങ്ങിയതെങ്കിൽ പോലും ഒരു ബീം റൗണ്ടിൽ ഇട്ടുകാണ്ട് അയിമന്ന് കെട്ടിക്കുകയാണെങ്കിൽ പക്ക സെറ്റ് ആയിരുന്നു. ഈ സ്റ്റേജ് മണ്ണുമല്ലാണ് കെട്ടാൻ വേണ്ടി പോണത്. ഇത് കണ്ടാലേ ഞാൻ കായ് മുതലോ കമ്പി ഈ കിണറ്റിന്റെ ഉള്ളില് നമ്മൾ വിചാരിച്ച പണി തീർക്കാൻ ഏകദേശം 3 സ്റ്റേജ് ആവശ്യം. ഷീറ്റ് വരട്ടെ. ഞാനൊന്ന് തിരിയട്ടെ. ഓക്കെ കാക്കുപുള്ളി വീച്ച് സെറ്റപ്പാക്കിയിട്ട് ദാർപ്പയറ്റ. ഓക്കെ ഇതാണ് തൂക്ക പേപ്പർ. സ്റ്റേജും സെറ്റപ്പ് ആയിട്ടുണ്ട്. നിലത്തേക്ക് മണ്ണും ചണ്ടിന്ന് പോവാതിരിക്കാനുള്ള ദാർപ്പയും സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി നമ്മളെ പണി ഇവിടെ തുറക്കുക, കല്ല് പഠിക്കുക. അപ്പൊ ഇതെങ്ങനെ ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണെങ്കിൽ ഫസ്റ്റ് ഒരു കമ്പി കഷ്ണം ഇറക്കുക. നമ്മൾ നേരത്തെ ആ മുട്ടിന് കൊടുത്തില്ല കമ്പി, അതേപോലത്തെ കമ്പി കഷ്ണം ഈ മൂലയിൽ കുത്തി കയറ്റുക. ഒരു 40 സെന്റിനുള്ളിൽ പോയിക്കോട്ടെ. എന്നിട്ട് അയിമല് നമ്മളെ മുട്ടിന്റെ ഒരു പീസ് ഊരിക്കാണ്ട് കയറ്റുക. നേരെ ഇതുവരെ എത്തും. ഇനി ഈ ടോപ്പിൽ ഒരു വടി നീളത്തി വെക്കുക. ഏതൊരു മുട്ടി അയിമക്ക് ടൈറ്റാക്കി കെട്ടുക. ഇനി തുറന്നുകാണ്ട് കല്ലെങ്ങനെ കയറ്റി വെക്കുക. അതന്നെ പരിപാടി. അല്ലാതെ മൊത്തത്തിൽ തുറന്നുകാണ്ട് കയറ്റാൻ നോക്കി കഴിഞ്ഞാൽ ബൈ ചാൻസിൽ ചിലപ്പോൾ ഇത് മൊത്തം വീഴും. ആ സമയത്ത് നമ്മളെ സ്റ്റേജിന് ഉറപ്പ് കിട്ടിക്കോണമെന്നില്ല. ഒരു മുട്ട് മുകളിലേക്ക്. ഈ പൈപ്പ് 1ക്ക് 3 ആണ്. ഉള്ളിലേക്ക് കമ്പി അടിച്ച് മുട്ട് കയറ്റി
ഈ തുഞ്ചത്ത് കയറ് കെട്ടിക്കാണ് നേരെ ടോപ്പിൽ കെട്ടി ദമ്മാക്കി വെച്ച്. ഓക്കെ. പിന്നെ പോരാത്തിന് ഈ പൈപ്പിന്റെയും പടവിന്റെ ഇടയിൽ ഇതാ 3 പൈപ്പ് സെറ്റപ്പ് ആക്കി തിരികെ വെച്ചിന്. ഇപ്പൊ ഇത്രത്തോളം ലോഡ് താങ്ങണത് ഈ സാധനത്തിലാണ്. ഇനി വല്ല തുറന്നു കണ്ട് കല്ലിങ്ങനെ കയറ്റി വെക്കുക. ഇവിടെ കൊത്തണ മണ്ണിന് കുറച്ച് ഉറപ്പുണ്ടായതുകൊണ്ട് ആ എൽറ്റി എന്നാണ് എന്നാ സുഖമാണ്. ശ്രദ്ധിക്കട്ടോ മുക്കാലല്ലേ സാധനം. ഓക്കെ ഒന്നുകൂടെ കോൺക്രീറ്റ് വരട്ടെ. നല്ല സൂപ്പർ ചാറ് കോൺക്രീറ്റ് അല്ലേ? അതാ വണ്ടി മെറ്റല് കുറച്ചാലിട്ടോ. മെറ്റല് കുറച്ചാലും മതിട്ടാ. ഒന്നുക്കൊന്ന സ്ട്രോങ് ഒന്നുക്കൊന്ന് ഈ ഒടുക്ക് പോവാനാ. ഫുൾ കല്ലേറ്റ കല്ല് ഫുൾ ഉണ്ടാവും കേട്ടോ. ആ ഒന്ന് നീളത്തിലൊക്കെ കരിവേ ഒരു ഫുൾ കല്ലേ. കരിവ് എന്ന് പറഞ്ഞ പാലക്കാട് ഭാഷ കരിവ്. ഉള്ളിക്കണ്ട് എറിയുമ്പോഴേ നല്ല സെറ്റായി പിടിക്കും. ഇനി ഒരു കാരണവശാലും ഈ വെച്ച കല്ലുകൾക്ക് ഇളകാനുള്ള പൂതി ഉണ്ടാവില്ല. മണ്ണ് ബേസ് ഫുൾ നിറവാണ്. നല്ല പൊടി മണ്ണ് പാറമണ്ണ്. ലാസ്റ്റ് 2 പീസും പാടെ വരുന്നുണ്ട്. കല്ലാരിയ മാറിക്കേ. അയ്യോ നേരെ അടിക്കാം. യെസ് കാലുമ കുത്തനച്ചുകൊണ്ട് ആര്യക്ക് തരാം. അടുത്ത റെഡി. ഒന്ന് തെറ്റിട്ടോ. ഇവിടെ കല്ല് തുറന്ന് വെക്കാനുള്ള ഏരിയ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അവിടെ തൊട്ട് ഇവിടെ വരെ ഏകദേശം 3 മീറ്ററിന്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പൊ ഈ വർക്കിന്റെ മെയിൻ സ്ട്രോങ് പ്രൊസീജിയർ എങ്ങനെയാന്ന് വെച്ചിട്ടാണെങ്കിൽ ഒന്നാമത്തെ വരി കല്ലുണ്ടല്ലോ അത് 3/4 പീസാ വെക്കണത്. ഇത് മുക്കാല് ഓക്കെ അല്ലേ? മൊത്തം തുറന്നു കണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കിൽ 4 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ട്. അതേപോലെ തന്നെ 8 ഇഞ്ചോളം താഴ്ചയുടെ പൊത്ത് കാണാൻ പറ്റും. ഇതിലേക്ക് ഇവിടുന്ന് തുറന്നെടുത്ത മണ്ണെണ്ണമാണെങ്കിൽ ആളില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതിൽ കിട്ടുകാണ്ട് വെള്ളം പാരുന്ന അടുത്ത കല്ല് വെച്ചാൽ പോലും സംഭവം കുറെ കാലം ഈടുക്കുന്നു നമുക്കറിയാം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇവിടെ നല്ല സ്ട്രോങ് മെയിൻ വാർപ്പിന്റെ ഒന്നുകൊന്ന് സ്ട്രോങ് കോൺക്രീറ്റ് ഇങ്ങനെതാ സൂപ്പറാക്കി കൂട്ടിക്കാണ്ട് ഇതിന്റെ ഇടയിൽ കണ്ട് കയറ്റിട്ടാണ്. അപ്പം ഈ കല്ലുകൾ തമ്മിൽ മൊത്തമായിട്ട് കൂട്ടി പിടിച്ച് പൊട്ടിക്കഴിഞ്ഞ് പോരാത്തതിന് എന്തായി അത് ബാക്കിലേക്ക് ഒട്ടും. അപ്പം ഈ പടവിന്റെ കാര്യം മൊത്തത്തിൽ സ്ട്രോങ് ആണ്. പിന്നെ അവിടുന്ന് നോക്കുമ്പോൾ ടോട്ടലി ഒരു ബോർ ഉണ്ടാവുന്നത് മാത്രമല്ല ഈ പടവ് മൊത്തത്തിൽ നിൽക്കുന്നത് മണ്ണിന്റെ പടവുമെന്നാണല്ലോ. മണ്ണിന്റെ പടവ് എന്ന് പറഞ്ഞാൽ പാറപ്പുറത്തുള്ള മണ്ണാണ്, ചെറുക്കല്ല മണ്ണാണ്. ടെൻഷനൊന്നുമില്ല. അത് അവിടെ തൊട്ട് ഈ പടവിന്റെ അടിഭാഗം വരെ തേച്ച് കഴിഞ്ഞാൽ അതും സെറ്റായി. അപ്പൊ കാണാൻ നിങ്ങൾക്ക് വർക്കിൽ ടെൻഷനൊന്നും വേണ്ട. ലാസ്റ്റ് നല്ല വീതിക്കട്ട് വെക്കണ്. ഞങ്ങള് ക്യാൻറ്റീനുള്ളത്തെ മണ്ണ് മൊത്തം എടുത്ത് കയറ്റാം. എന്നിട്ട് ആ പടവൊക്കെ മൊത്തം വരട്ടി നോക്കിയിട്ട് മണ്ണിന്റെ പടവുമ്പോൾ സ്ട്രോങ് അടിച്ചിട്ട് എന്ത് ചെയ്യാന്നറിയോ ഫുള്ള് പോയിന്റ് ഒക്കെ ചെയ്ത് ഫുൾ സെറ്റപ്പ് ആക്കി ക്ലീൻ ആക്കി വെക്കാം. നിങ്ങൾ ഈ പുറത്തുള്ള മതിലിന് പണി വെക്കൂലേ? ഓക്കെ. കിണറിന്റെ ഉള്ളില് മോളിന് അടിക്ക് ഏകദേശം 5 പടവ് തേക്കാണ്ട്. ഓക്കെ. അതില് അവിടെ തൊട്ടതാ ഇവിടെ വരെ കല്ലുള്ളൂ. ഇനി ഇവിടെ മൊത്തം മണ്ണാണ്. അപ്പൊ നല്ല സ്ട്രോങ് അടിച്ചിട്ടിട്ട് നല്ല പൊത്തുകള് അതേപോലെ പടവിന്റെ വക്കൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സ്ക്വയറാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് അത് വരെ വെച്ച് കഴിഞ്ഞ് ഇല്ലേ? അത് ഇപ്പൊ വെച്ചാൽ ലാഭം എന്താ അറിയോ? നമുക്ക് നാളെ തേക്കുമ്പോൾ നല്ല സുഖം ഉണ്ടാവും. മറ്റേത് ഒറ്റടിക്ക് പോകുമ്പോൾ അങ്ങനെ കൊഴിഞ്ഞു വീഴുകയും ചെയ്യാം. ഒരു പൊടി സിമെന്റ് കിണറ്റിക്ക് ചാടിക്കൂല. വള്ളത്തിന് ഗ്ലേസിങ് ഫസ്റ്റ് കണ്ടല്ലേ, അത് അവസാനം ഉണ്ടാവും. ഇത്രാൻ കൊടുത്ത് കാരണമല്ലേ വേറെ വരണെങ്കിൽ ചായ വരുന്ന സമയമായി വെച്ച് ഞാൻ വെച്ചാണ്. കുമ്മായം ഇവിടെ കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 5:1 റേഷ്യോ ആണ്. പിന്നെ കിണറ്റിൻ്റെ ഉള്ളിൽ അവസ്ഥ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ തേപ്പ് നമ്മളെ ക്ലൈൻറ്റ് പറഞ്ഞിടത്തോളം ഏരിയ സൂപ്പറാക്കി തേച്ച് കൊടുത്തു, ഉഷാറാക്കിയിട്ടുണ്ട്. നല്ല നല്ല കളർ ഇങ്ങനെ ലെങ്കി മരമുള്ള മെയിൻ കാര്യം എന്താ വെച്ചാൽ ഗ്രൗട്ടിൻ്റെ വെള്ളം ബ്രഷ് ഇട്ടുകൊണ്ട് അടിച്ചിക്കൽ എടുക്കുന്നുണ്ട്. നല്ല കട്ടി പേസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കളറിൽ ഇങ്ങനെ സാധനം നിൽക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെയാണ് നേക്കാണ്. വെള്ളമൊന്നും കേട് വരുത്തിയില്ല. ലൈറ്റ് ഊരിയതുകൊണ്ട് ചെറിയൊരു വെളിച്ചക്കുറവുണ്ട്. എന്നാലും സംഭവം നേക്കാം.
നെക്സ്റ്റ് പരിപാടി എന്താന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ മെയിൻ ഹോൾ സെറ്റപ്പ് ആക്കണം. ഈ പൈപ്പിൽ നിന്ന് അല്ല, ഇവിടെ ഊടെ വെള്ളം ചാടിയാലും ഈ ഓട്ടയെക്കൂടെയാണ് എവിടേക്ക് പോണത്, മെയിൻ ഹോൾക്ക് പോണത്. മെയിൻ ഹോൾ സൂപ്പറാക്കും. അതേപോലെ തന്നെ ആ മൂല തൊട്ടുകാണ്ട് ഈ കിണറിനെ വലയം വെച്ച് ഇങ്ങനെ പോയി എൽ ഷേപ്പിൽ ഇതുവരെ കോൺക്രീറ്റും കൂടെ ചെയ്യാൻ വേണ്ടി പോകട്ടോ. ഇതാ പെരൻ്റെ മരയാണ് കാണുന്നത്, ചുമരും മറി. ഇതിൻ്റെ അപ്പുറത്തേക്ക് വെള്ളം എത്തിക്കണം. ആ പണിയാണ് ഇനി കാണിച്ചു തരാൻ വേണ്ടി പോണത്. വെള്ളം തുറക്കി തുറന്നില്ലേ? അങ്ങനെ തന്നെ കട്ടെ. ഓക്കെ, വെള്ളം കൊട്ടത്തളത്തിൽ നിന്ന് വരുന്ന പൈപ്പാണ് ഈ കാണുന്നത്. നല്ല സുറസുറായിട്ട് വരുന്നുണ്ട്. വെള്ളം പോകേണ്ട പൈപ്പാണ് ഈ കാണുന്നത്. ഇതിലേക്ക് വെള്ളം കയറുന്നില്ല, ഇത് കുറച്ച് പൊന്തിയ നിൽക്കണത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ, ഈ തറ പൊട്ടിക്കുക. ഒന്ന് പൊട്ടിച്ചിട്ട് ഈ സിമെന്റൊക്കെ പൊട്ടിപ്പോയതൊക്കെ ഒന്ന് തേച്ചിക്കാണ്ട് ഉഷാറാക്കിയിട്ട് ഒന്നും പാടെ തേച്ച് ഇതാ ഈ പൈപ്പിന്റെ ഒരു ഭാഗത്തേക്ക് ഇറങ്ങി നോട്ടെ. എന്നാ വെള്ളം വീകുമ്പോത്തിനായിട്ട് പോയിക്കോളും. ഇതിപ്പോ ഇതിലേക്ക് കയറാതെ ഇതിൽ വീകണ വെള്ളം മൊത്തം ഈ സൈഡത്തെ ഭൂമിന്റെ അടിയിലാണ് പോയിക്കൊണ്ടിരിക്കണത്. അതാണ് ഈ കിണറ്റിലേക്ക് പോയത് ചെല്ലേണ്ടത്. കുറെ ഇങ്ങനെ വീകുമ്പോ അത് നേരെ ചെറിയ ഓട്ടം കൂടെ പോയിക്കാണ്ട് മൊത്തം ഈ കിണറ്റിൽ കൂടെ ഇങ്ങനെ പോകണ. ഇതിന്റെ അടിയിൽ 1 ഇഞ്ച് കനത്തിലെ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. ഒന്ന് കനം കൂട്ടിയാൽ മതി, എന്നാ പെട്ടെന്ന് താവൂല. ഷെയറാക്കി തരാന്നറിയാം. ഈ മെയിൻ ഹോളാണ് ഈ പേരന്റെ മെയിൻ ട്രബിള്. ഈ മെയിൻ ഹോളിലെ ട്രബിൾ കാരണമാണ് ആദ്യമൊക്കെ 8 വരെ എഴുതി വീണത്. ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. അയ്യോ ഒരൊറ്റടി ഇവിടെ സംഭവം സെറ്റ് കേട്ടോ. കാരണല്ലേ ഇവിടെ എന്തൊക്കെയാണ് എല്ലാ സൈഡിലേക്ക് തിരിച്ചു നോക്കി. ഇതാ ഞാൻ ആദ്യം ചെയ്തോ അറിയോ, ഇതിലൊരു ഇഷ്ടിക വെച്ചേണ്ട കമ്പി കഷ്ണം കൊണ്ട് കുത്തിക്കാണ്ട് മണ്ണ് നല്ല അമർത്തിനിട്ടോ. ഇപ്പൊ എല്ലാ ഭാഗത്തും നല്ല ചുറ്റി നിറക്കുന്നുണ്ട്. കോൺക്രീറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഒരു പാട്ട വെള്ളം നമ്മൾ വെച്ചിട്ടാണെങ്കിൽ അത് അതേപോലെ പക്കായിട്ട് വരുത്തത്. മെയിൻ ഹോളൊക്കെ ഫുള്ള് സെറ്റപ്പാക്കി. ഒരു സൈഡിൽ ബൗണ്ടറി വാള്, അതേപോലെ തന്നെ കിണറ്റിൻ്റെ അൾമാറാണ് ഈ കാണുന്നത്. സൂപ്പറായി. ഈ സൈറ്റിലെ ക്ലൈന്റ് ഞങ്ങൾ ഏൽപ്പിച്ച പരിപാടി മൊത്തത്തിൽ സൂപ്പറാക്കി തീർത്തു കൊടുത്തിട്ടുണ്ട്. കിണറ്റിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഗുഹ സ്റ്റേജ് കെട്ടി അടച്ച് ഉഷാറാക്കിയെന്ന് മാത്രമല്ല, ഓല് പറഞ്ഞതിന് 5-6 പടവ് ഡബിൾ കോട്ട് ഗ്രൗട്ടൊക്കെ കൊടുത്തുകൊണ്ട് സൂപ്പറാക്കി തേച്ചിട്ടുണ്ട്. വെള്ളം കേട് വരുത്താത്ത കോലത്തിൽ. പിന്നെ കിണറ്റിൻ്റെ വക്കത്ത് നിൽക്കുന്ന കൊട്ടത്തലത്തിൽ ചെറിയ ട്രബിൾ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ജാലിയൊക്കെ മൊത്തം മാറ്റിയേ. അതൊക്കെ ക്ലൈൻറ്റ് പറഞ്ഞ കോലത്തിൽ ഫുള്ള് സെറ്റപ്പാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇതാണ് മെയിൻ ഹോള്. മെയിൻ ഹോള് മൊത്തം ഊരിക്കാണ്ട് ഇസ്റ്റേക്ക് വെച്ച് ഉയർത്തിയിട്ട് ഇവിടെ ചെയ്ത കോൺക്രീറ്റിന് അതേ ലെവലിൽ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ സംഭവം നേക്കാണ്. പിന്നെ ഈ കോൺക്രീറ്റ് വരുന്ന ഏരിയ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഉണ്ടോ, അവിടെ 2 വരി കല്ല് വെച്ചുകൊണ്ട് അടച്ചുകൊണ്ട് അവിടെ നിന്ന് കിട്ടും മൊത്തമായിട്ട്. ഇനി ഇവിടെ ഓടെ വെള്ളം ചാടിയാലും കിണറ്റിക്ക് പോകില്ല. നേരെ വെള്ളം അപ്പുറത്തെ പറമ്പിലേക്ക് ചാടണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ ഒറ്റ വരി പടവ് എതുക്കാണ്ട് ഇങ്ങനെ എൽ ഷേപ്പിൽ തിരിഞ്ഞു വയ്ക്കാണ്ട് അവിടെ എണിഞ്ഞ് വെള്ളം ചാടുക. അപ്പോൾ അതൊക്കെ റെഡി. സൂപ്പർ സ്ലോപ്പാട്ടോ. ഇനി ഉണ്ടല്ലോ, നിങ്ങൾ ഈ കിണറ്റിന് ചുറ്റുഭാഗം മൊത്തത്തിൽ വെള്ളം കൊണ്ട് കളിച്ചാൽ പോലും ഒരു ടെൻഷനും ഇല്ല. എല്ലാ ടെൻഷനും തീർന്ന്. ഇനി ഇവിടെ വെള്ളം ചാടിക്കോട്ടെ. പിന്നെ പോരാത്തതിന് ഈ കക്കൂസും കുളുമ്പരിൻ്റെ സ്ലേം വന്ന് വെള്ളം ഇത് കൂടെ ചാടണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒറ്റ വരി ഇഷ്ടയൊക്കെ വെച്ചുകൊണ്ട് ഫുള്ള് തേച്ച് മടക്കി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ടീമിനെ പറ്റി ഞങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ 2 വാക്ക്. ഇത് എങ്ങനെ കരുതിനെ വർക്ക് ചെയ്യുന്നത് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഓരോന്ന് നമ്മൾ തന്നെ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് എല്ലാം ചെയ്തിരുന്നില്ലേ? നിങ്ങളിപ്പോ ഹാപ്പി അല്ലേ? അത് കേട്ടാൽ മതി. എന്നാ വൈൻഡപ്പ്.